ഹലോ, ഇതുവരെ നമ്മൾ വോളിയം എന്ന ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു പുതിയ കാര്യമാണ് ഇന്ന് പഠിക്കുന്നത്. എന്താണെന്നല്ലേ, അതാണ് കപ്പാസിറ്റി, അതായത് ഉള്ളളവ്. കപ്പാസിറ്റി എന്താ പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഇതിന് മുന്നേ പഠിച്ച എല്ലാ ബ്ലോക്സുകളും, അതായത് ഇതുപോലെയുള്ള പെട്ടികൾ, ബോക്സുകൾ, പെട്ടികളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ വ്യാപ്തം നമ്മൾ കണ്ടത് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമായിരുന്നല്ലോ. എന്നാൽ ഈ ഒരു ബോക്സിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇതിൻ്റെ പുറത്തുള്ള അതേ നീളം അല്ല ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ ഒരു നീളമല്ല ഇതിൻ്റെ പുറത്ത് ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ളത്. ഉള്ളിൽ നീളം കുറവാണ് അല്ലേ. അതേപോലെ ഇതിൻ്റെ വീതി നോക്കുകയാണെങ്കിലും വീതി ഇവിടുന്ന് ഇവിടെ വരെ ഉണ്ട് പുറത്ത്, പക്ഷെ ഉള്ളിൽ വളരെ കുറവാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പുറത്തുനിന്ന് നമുക്ക് കിട്ടുമ്പോൾ ഉള്ള വ്യാപ്തവും ഉള്ളിൽ നമുക്ക് കിട്ടുമ്പോൾ ഉള്ള വ്യാപ്തം, അതായത് വോളിയവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവൂലേ? ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ളതിനെക്കാട്ടിലും കുറവല്ലേ എന്തായാലും ഉള്ളിലുള്ളത്. ഇതിൻ്റെ പുറത്ത് എത്രയോ ആവട്ടെ, ഉള്ളിലുള്ള വ്യാപ്തം കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൻ്റെ ഉള്ളിലുള്ള നീളവും വീതിയും ഉയരവും പറയാം. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു നീളം ഉണ്ടല്ലോ, ഇതാണല്ലോ നീളം. ഈ നീളം 40 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇതിൻ്റെ നീളം 40 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ അതിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു 20 സെൻറ്റിമീറ്റർ ആക്കി എടുക്കാം. ഓക്കെ, നീളം 40ഉം വീതി 1 സെൻറ്റിമീറ്ററും, വീതി 20 സെൻറ്റിമീറ്ററും. അപ്പോൾ ഇവിടെ 40 സെൻറ്റിമീറ്റർ ഉണ്ടാവും, ഇവിടെ 20 സെൻറ്റിമീറ്റർ ഉണ്ടാവും. ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഹൈറ്റ് അത് ഒരു 10 സെൻറ്റിമീറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കൊള്ളാവുന്ന ഒരു ചതുരക്കട്ട നമ്മൾ ഇവിടേക്ക് ഈ ഒരു ഏരിയയിലേക്ക് നമ്മളൊരു ചതുരക്കട്ട ഇറക്കി വെക്കുകയാണെങ്കിൽ ഇവിടെ കറക്റ്റ് പാകത്തിലുണ്ടാവുന്ന ഒരു ചതുരക്കട്ടയുടെ നീളം 40 ആവണം, വീതി 20 ആകണം, അതിന് ഉയരം 10 ആണെങ്കിൽ ആ ഒരു ചതുരക്കട്ട ഇതിൽ നല്ല ഫില്ലായിട്ട് കറക്റ്റ് നിൽക്കൂലേ? അങ്ങനെ ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം എത്രയായിരിക്കും? വോളിയം. ഇവിടെ കറക്റ്റ് ഫില്ലായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ബ്ലോക്ക് കട്ട, അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത് 40 × 20 × 10 ആയിരിക്കുമല്ലോ. എത്രയാണ്? 8000 അല്ലേ? 8000 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അല്ലെങ്കിൽ ഘന സെൻറ്റിമീറ്റർ. അത്രയ്ക്കും ഘന സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഈ ഒരു ചതുരക്കട്ട ഉണ്ടല്ലോ, ഈ ഒരു ചതുരക്കട്ടയുടെ ഉള്ളിൽ അങ്ങനെ ഒന്ന് കറക്റ്റിന് ഫിക്സ് ആവുന്ന ചതുരക്കട്ട നമുക്ക് കിട്ടിയില്ലേ? അതിന് മീനിങ് ഈ ചതുരക്കട്ടയിൽ ഉള്ളിൽ കുറച്ച് ഭാഗം ഒഴിവായിട്ട് കിടക്കുന്നില്ലേ? അതാണ് ഇതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി എത്രയാ? ഇതാണ് കപ്പാസിറ്റി. എത്രയാണ്? അതായത് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 8000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതായത് കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവ്, ഉള്ളിൽ കൊള്ളാവുന്ന അളവ്. ഉള്ളിൽ ഉള്ള ആ ഒരു വെറുതെ വേസ്റ്റായി ഇപ്പം തുറന്ന് കിടക്കുന്ന ആ ഒരു അളവുണ്ടല്ലോ, കപ്പാസിറ്റി. നമ്മൾ ഇതിൽ എത്ര കപ്പാസിറ്റി സാധനം കിട്ടിക്കൊള്ളുമെന്ന ആ ഒരു അളവാണ് ഇത്. ഈ അളവ് നമുക്ക് എങ്ങനെ കിട്ടിയത്? ഇതിൻ്റെ നീളവും വീതിയും ഉയരവും കണ്ടിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഉള്ളിലുള്ള നീളവും ഉള്ളിലുള്ള വീതിയും ഉള്ളിലുള്ള ഹൈറ്റും ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, പുറത്തുള്ള അളവുകളല്ല.
ഇങ്ങനെ ഉള്ളിലുള്ള ഈ അളവുകളുടെ ഉള്ളിലുള്ള അളവുകളുടെ വോളിയമാണ് നമ്മൾ കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി വേറൊരു കാര്യം നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഈ ബോക്സിൻ്റെ നീളവും വീതിയും ഉയരവും എല്ലാം തുല്യമാണ്. ഇതിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണ് വയ്ക്കുക. അതേപോലെ വീതിയും 10 സെൻറ്റിമീറ്റർ ആണ്, ഉയരവും 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇങ്ങനെ നീളവും വീതിയും ഉയരവും 1 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത് എങ്കിൽ ആ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? അങ്ങനെയുള്ള ബ്ലോക്സുകൾ അടുക്കി വെച്ചിട്ടാണ് നമ്മൾ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കണ്ടത്. ഇവിടെ 10 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഇങ്ങനെ 10 സെൻറ്റിമീറ്റർ ഉള്ള ഈ ഒരു ബ്ലോക്കിൻ്റെ വോളിയം എത്രയായിരിക്കും? ഇതിൻ്റെ വോളിയം നമ്മൾ എങ്ങനെ കാണുക? വോളിയം അതായത് കപ്പാസിറ്റി. ഇതിൻ്റെ ഉള്ളിലുള്ള പുറത്തുള്ള നീളം അല്ല കേട്ടോ 10, ഉള്ളിലുള്ള ഈ ഒരു നീളം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള നീളം ഇതാണ് 10. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളത് ഇതാണ് 10. ഇത് 10 ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. ശരിക്കും ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ആ ഒരു അടിയിൽ വരെയുള്ളതുണ്ടല്ലോ, അതാണ് 10. അപ്പോൾ ഈ ഒരു നീളവും വീതിയും ഉയരവും ഒക്കെ ഇങ്ങനെയുള്ള ഈ 10 ആയിട്ടുള്ള ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്, വോളിയം അല്ല, എന്താ പറയുക, കപ്പാസിറ്റി. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ, കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവ് എന്ന് പറഞ്ഞാൽ 10 × 10 × 10 അല്ലേ? അതായത് 1000 സെൻറ്റിമീറ്റർ ഘന സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ്, അതും അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നും പറയാം. നമുക്ക് തൽക്കാലം സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയാം. സെൻറ്റിമീറ്റർ ക്യൂബ്. ഇപ്പം നമുക്കിത് 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞില്ലേ? ഈ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ അറിയോ? ഇങ്ങനെ നീളവും വീതിയും ഉയരവും ഒക്കെ 10 ആയപ്പോഴാണല്ലോ ഇതിന് 1000 എന്ന് കിട്ടിയത്. ഇങ്ങനെ നീളവും വീതിയും ഉയരവും ഒക്കെ 10 ആവണമെന്നൊന്നും കണ്ടീഷൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആകെ കൂടെ ഇതിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവ് 1000 കിട്ടുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ വെള്ളം പാർന്ന് ഫില്ല് ചെയ്യാണ് വിചാരിക്കുക. അതായത് 1000 സെൻറ്റിമീറ്റർ ക്യൂബ് ഉള്ളളവുള്ള ഒരു പാത്രമോ ഒരു ബോക്സോ ഒരു പെട്ടിയോ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു സാധനത്തിൽ നിങ്ങൾ വെള്ളമൊക്കെ പാർന്ന് നിറച്ച് ഫില്ലാക്കി വെക്കുക. എന്നിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ അളവുണ്ടല്ലോ, നിങ്ങൾ ഫില്ലാക്കി വെച്ച് മുഴുവനായിട്ട് നിറച്ച് വെച്ച് ആ ഒരു വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്ന് അറിയോ? അതാണ് 1 ലിറ്റർ വെള്ളം. ഇപ്പോൾ 1 ലിറ്റർ വെള്ളം എങ്ങനെ നിങ്ങളോട് ആരെങ്കിലും 1 ലിറ്റർ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? 10 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയും 10 സെൻറ്റിമീറ്റർ ഉയരവും ഒക്കെയുള്ള ഒരു പാത്രം എടുക്കുക, അതിലങ്ങോട്ട് വെള്ളം നിറയ്ക്കുക, സാധനം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് പറയാം ഇതാ 1 ലിറ്റർ വെള്ളമായിരുന്നു അല്ലേ? അതായത് 1 ലിറ്റർ എന്ന് പറയുന്നത് 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 എന്താണ് ഘന സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഓക്കെ, 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ക്യൂബിനെയാണ് നമ്മൾ 1 ലിറ്റർ എന്ന് പറയുക. ഓക്കെ അല്ലേ? ഈ 1 ലിറ്റർ എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? നമുക്ക് വേറെ രീതിയിലും പറയാം കേട്ടോ. അതായത് ഇപ്പോൾ നോക്കി, ഇവിടെ ഒരു കുട്ടി ഇത് ഒരു ബോട്ടിൽ നിറയെ വെള്ളമുണ്ട്. ഇതുപോലെ ഒരു ബോട്ടിലുണ്ട് കേട്ടോ. ഈ ബോട്ടിൽ നിറയെ വെള്ളമാണ്. ഈ ബോട്ടിൽ നിറയെ വെള്ളമാണ് കേട്ടോ. ഇതിൽ എത്ര വെള്ളമുള്ളതെന്ന് നമുക്കറിയൂല. ഇതിലേക്ക് നമ്മൾ ഒരു 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1000 സെൻറ്റിമീറ്റർ
സെൻറ്റിമീറ്റർ ക്യൂബ്, ഘനസെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബുള്ള ഒരു കട്ട ഇങ്ങനെ ഇതിൽ കിട്ടും. ആ കട്ടയാണ് ഇത് വിചാരിക്കും. ഇങ്ങനെ ഇതിലേക്ക് ഇത് ഫുള്ള് വെള്ളമാണേ. അത് ഫുള്ള് വെള്ളമായി നിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇങ്ങനെ ഒരു കട്ട ഇടുമ്പോൾ ആ കട്ടയ്ക്ക് നിൽക്കാൻ കുറച്ച് സ്ഥലം വേണ്ടേ? ആ സ്ഥലത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിങ്ങനെ ഒഴുകി പുറത്തേക്ക് പോകില്ലേ? കുറച്ച് വെള്ളം ഒഴുകി പുറത്തേക്ക് പോകില്ലേ? അങ്ങനെ പുറത്തേക്ക് വീണ ആ കുറച്ച് വെള്ളം ഉണ്ടാവൂലേ? ആ കുറച്ച് വെള്ളം എത്രയാണെന്നറിയോ? അത് 1 ലിറ്റർ ആയിരിക്കും. മനസ്സിലായോ? അതായത് ഇപ്പം നമ്മൾ ഇത് ഫുള്ള് വെള്ളമാണ്, ഇതിലേക്ക് ഇറക്കി വെച്ച ഈ കട്ടയുടെ അളവ് എന്ന് പറയുന്നത് 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അല്ലെങ്കിൽ ഇതിന് 1000 ഘനസെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 1000 ഘനസെൻറ്റിമീറ്റർ ഉള്ള ഒരു കട്ട ഇതിലേക്ക് ഇടുമ്പോൾ ഇതിൽ നിന്നും കുറച്ച് വെള്ളം ചിന്തൂലേ? ഈ ചിന്തുന്ന വെള്ളത്തിൻ്റെ അളവ് 1 ലിറ്റർ ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആകെ പറഞ്ഞിട്ടുള്ളത് എന്താണ് കപ്പാസിറ്റി, എന്താണ് ഉള്ളളവ്, അതുപോലെ 1 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് 1000 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1000 ഘനസെൻറ്റിമീറ്റർ ഉള്ള ഒരു കട്ടയുടെ അളവിന് തുല്യമാണ് 1 ലിറ്റർ വെള്ളം എന്ന്. ആ ഒരു വോളിയത്തിന് കപ്പാസിറ്റിക്ക് ഈക്വലാണ് 1 ലിറ്റർ വാട്ടർ എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കാണും കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഡൗട്ടൊന്നും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമ്മളോട് ഡൗട്ട് ചോദിക്കുക. താങ്ക് യു.